ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നില്ലേ ഒരു പെർഫെക്റ്റ് ബർഗറിന്റെ ഒരു റെസിപ്പിയാ. അതിന്റെ ആ ഒരു ടെക്സ്ചർ നോക്കിയേ. ഇതെല്ലാം കണ്ടുകഴിഞ്ഞാൽ ആരിക്കാലെ വായിൽ വെള്ളം വരാത്ത നല്ല ജ്യൂസി ആയിട്ട് പെർഫെക്റ്റ് കുക്ക്ഡ് ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ പാറ്റി, പിന്നെ അതേപോലെ തന്നെ ഓവർ ഓയിൽ യൂസ് ചെയ്യാണ്ട് ബോയിൽഡ് എഗ് കൊണ്ട് ഉണ്ടാക്കിയ മയോണീസ്, ഇതെല്ലാം വെച്ചിട്ടാ ഞാൻ ഈ ഒരു അടിപൊളി ബർഗർ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന്റെ ആ ഒരു ബൈറ്റ് എടുത്തപ്പോ തന്നെ ഇല്ലേ, ഇറ്റ്സ് വാസ് ഹെവൻ. അടിപൊളിയേനു. ഈ ഒരു ബർഗറിന്റെ റെസിപ്പിയില് മസ്റ്റ് ട്രൈ ആണ്. എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്ക്. അപ്പൊ ഇതിന്റെ റെസിപ്പിയിലോട്ട് പോവല്ലേ. അപ്പൊ എല്ലാരും വന്നോ, നമുക്ക് എങ്ങനെയാ ഇത് ഉണ്ടാക്കുന്ന, ഈ ഒരു ക്രീമി ടെക്സ്ചറുള്ള ഈ ഒരു ബർഗർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ ഇനി ബാക്കി വീഡിയോയിലേക്ക്. ഞാനിപ്പോൾ ഇല്ലേ ആ ഒരു ചിക്കൻ പാറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. അതൊരു 100-150 ഗ്രാമോളം ചിക്കൻ ബ്രസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് ഒരു മിക്സർ ഗ്രൈൻഡർ എടുത്തതിന് ശേഷം ഞാനൊരു 3-4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു സവാളന്റെ പകുതി എടുത്തിട്ടുണ്ട്. ഇതിന്റെ അളവൊന്നും അധികം കൂട്ടണ്ട, കാരണം ഇതൊരു ഫ്ലേവറിന് വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കുന്നത്. ഇനിയില്ലേ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ബ്രസ്റ്റിന്റെ പീസസ് നമ്മൾ ഈ ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കാം. ഇത് നല്ലോണം ഒന്ന് അരഞ്ഞ് പേസ്റ്റ് പോലെ ആയിക്കോട്ടെ. ഇതാ ഇപ്പൊ കണ്ടില്ലേ, ഇത് നല്ലോണം അരഞ്ഞ് നല്ല പേസ്റ്റ് പരുവത്തിലായിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റണം. ഇതിലേക്ക് വേറൊരു കാര്യം കൂടി ചേർക്കാനുണ്ട്. അപ്പൊ ഇത് മൊത്തത്തിലായിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് തട്ടിക്കൊടുക്കാം. ഈ ബർഗർ ഉണ്ടാക്കുന്ന സമയത്ത് ആകെയുള്ള ഒരു പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാറ്റി ഉണ്ടാക്കുന്ന, ബാക്കിയെല്ലാം സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന സ്റ്റെപ്സാ. അതുകൊണ്ട് ഈ ഒരു കാര്യം നല്ല രീതിയിലൊന്ന് ഫോളോ ചെയ്തെടുത്താൽ മതി, ബാക്കിയെല്ലാം സെറ്റ് ആക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ റെസിപ്പി കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഇൻഷാല്ലാ ഞാൻ സിംഗർ ബർഗറിന്റെ റെസിപ്പിയും കൂടി ഞാൻ ഷെയർ ആക്കുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണേ. നമ്മൾ ചിക്കൻ അരച്ചെടുത്ത സെയിം ബ്ലെൻഡറിൽ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കണം. അതും ഈ ഒരു സെയിം പാത്രത്തിലേക്ക് തന്നെ തട്ടിക്കൊടുക്കുക. ഇനിയിപ്പില്ലേ നെക്സ്റ്റ് വേണ്ടത് സോയാ സോസാണ്. ഞാനൊരു 2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോസ് കൂടി ചേർത്ത് നല്ലവണ്ണം തന്നെ കൈ വെച്ച് നല്ലോണം കുഴച്ചെടുക്കണം. നല്ലൊരു ഡോ ആക്കി മാറ്റണം. ഈ ഒരു ചിക്കനും നമ്മൾ ഈ പൊടിച്ച് ഇട്ട് കൊടുത്ത ബ്രെഡ് ക്രംസും എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് നമുക്കൊരു ഡോ ആക്കി മാറ്റിയെടുക്കണം. ഞാനിപ്പോൾ ഇല്ലേ ഇതിപ്പോൾ നല്ല രീതിയിൽ തന്നെ കുഴച്ച് ഈ ഒരു സ്റ്റേജിൽ എത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും സൈസിൽ ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. വലിയ സൈസിലുള്ള പാറ്റീസാ വേണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ബോൾസ് ഉണ്ടാക്കിയെടുക്കുക. അതെല്ലാം ചെറിയ കുഞ്ഞു മതിയെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഇതാ ഈ ഒരു സൈസെല്ലാം ആവുമ്പോൾ നമ്മളൊരു വലിയ ഒരു ബർഗർ എല്ലാം ഉണ്ടാവില്ല, അതിലെല്ലാം വെക്കാൻ പെർഫെക്റ്റ് ആയിട്ട് പോവും. അപ്പോൾ ഇത് ഒന്ന് റൗണ്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു നല്ലൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒലീവ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ മാത്രമേ ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നല്ലോണം തന്നെ കൈവച്ച് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം ഇതാ നമ്മൾ പാറ്റി ഉണ്ടാക്കേണ്ട ആ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താടോ ഓരോ ബോൾസ് ആക്കി എടുക്കുക. ഇതാ കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ പാറ്റി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതെല്ലാം ഇതിലും സൈസാ വേണ്ടെങ്കിൽ എങ്ങനെയാ ചെയ്തെടുക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഞാനിപ്പോൾ ബോൾസ് ആക്കി വെക്കില്ല. അതാകുമ്പം തന്നെ നമ്മൾ പണി പെട്ടെന്ന് തന്നെ കഴിഞ്ഞ് കിട്ടും. അപ്പോൾ ഒരേ സൈസിൽ ഞാൻ എല്ലാ ബോൾസും ഇതേപോലെ റോൾ ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഞാനിപ്പോൾ എല്ലാ ബോൾസും ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാകുമ്പോൾ നമ്മൾ പണി പെട്ടെന്ന് തന്നെ കഴിയും. ഇനിയിപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് വലിയ പാറ്റീസ് ആക്കണമെങ്കിൽ എങ്ങനെയാ ചെയ്തെടുക്കേണ്ടതെന്ന്. ഒന്നിക്കൽ ഒരു കട്ടിംഗ് ബോർഡോ അല്ലെങ്കിൽ ഒരു പാത്രത്തിന്റെ ലിഡോ ഇങ്ങനെ താഴെ വെക്കുക. അതിന്റെ മുകളിലായിട്ട് നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ച ബോൾസ് ഓരോന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അടിപൊളിയായിട്ട് നല്ല ഷേപ്പ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇതാവുമ്പോൾ നമ്മൾ പാറ്റീസ് പെട്ടെന്ന് തന്നെ ആയി കിട്ടും, കുറേ ടൈം എടുക്കുകയൊന്നുമില്ല. ഇതേപോലെ എല്ലാ ബോൾസും ഞാൻ ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അഥവാ ഇങ്ങനെ കൊട്ടിപ്പോകുന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ അടിയിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് പരത്തി വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ
ഇളക്കി വന്നോളൂ. ഞാനിപ്പോൾ ഓയിലൊന്നും തടകിയിട്ടില്ല, പക്ഷെ എൻ്റെ അത് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടീനി. ഞാനിപ്പോൾ ഇതാ എല്ലാം ഇതുപോലെ ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ബാറ്ററിൽ മുക്കിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇതാ ഇതിനൊരു കോട്ടിങ് ഉണ്ടാക്കണം. സാധാരണ എല്ലാവരും ചെയ്തെടുക്കുന്ന കാണല് മുട്ട ബീറ്റ് ചെയ്ത് പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്യില്ല പതിവ്. പക്ഷെ ഞാനിപ്പോൾ വേറൊരു മെത്തേഡിലാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതാകുമ്പോൾ നമ്മൾ പാറ്റി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം കഴിക്കുന്ന ആ ഒരു പെർഫെക്റ്റ് ടെക്സ്ചറിലും ടേസ്റ്റിലും നമുക്ക് കഴിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയൊരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു മുട്ട ബീറ്റ് ചെയ്തിട്ടും ആ ഒരു മൈദയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു ബാറ്ററിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് ഇത് നല്ല രീതിയിൽ തന്നെ ഒരു പേസ്റ്റ് പോലെ നമ്മൾ ദോശമാവിനെല്ലാം കലക്കിയെടുക്കൂലേ, ആ ഒരു ടെക്സ്ചറിൽ നമുക്കിത് കലക്കിയെടുക്കണം. ഇനിയിപ്പോൾ കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ ഇങ്ങനെ കലക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതാ കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് ഇങ്ങനെ കലക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇപ്പം ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി ആകുന്ന സമയത്ത് നമുക്കിത് മതിയാക്കുക. ഇനി വെള്ളം ചേർക്കേണ്ടിയില്ല, ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്തു വെച്ച പാറ്റി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ആ ചിക്കൻ കഷ്ണം ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇത് ഫുള്ളായിട്ട് മൊത്തത്തിൽ കോട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നേരെ ഇത് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാൻ നേരത്തെ ചെയ്തപ്പോൾ തന്നെ ഒരു മിക്സഡ് ജാർ എടുത്ത് കുറച്ച് ബ്രെഡ് മുറിച്ചിട്ടിട്ട് ഇതേപോലെ ബ്രെഡ് ക്രംസ് ആക്കി വെച്ചിട്ടുണ്ടേനു. ആ ഒരു ബ്രെഡ് ക്രംസിലേക്ക് ഈ ഒരു ചിക്കന് മുക്കിയെടുത്തത് ഇതിലേക്ക് ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നല്ലോണം ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ ഇതാ നമ്മളെ ആ ഒരു പാറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ സെയിം മെത്തേഡിൽ ബാക്കിയുള്ള എല്ലാ പാറ്റീസും നമ്മൾ ചെയ്ത് വെച്ച എല്ലാ ചിക്കൻ്റെ പാറ്റീസും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ബർഗറിൽ വെക്കുന്ന ആ ഒരു ചിക്കന് നല്ലൊരു ഫ്ലേവറും ടെക്സ്ചറും ആയിരിക്കും, നല്ലൊരു കട്ടിയായിട്ട് കിട്ടും. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം കഴിക്കുന്ന ആ ഒരു ക്രിസ്പിയിൽ കിട്ടും. ഇനിയിപ്പം ഞാനിത് ഫ്രൈ ചെയ്തെടുക്കലാണ്. ഞാൻ ഓരോന്നായിട്ട് ഇതേപോലെ ഫ്രൈ ചെയ്യാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലോണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. കാരണം ചിക്കൻ നമ്മൾ അരച്ചെടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ മറ്റേ സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ ചിക്കൻ പാറ്റീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം. ഇത്രയും മതിയാവും. പിന്നീടിടോ ഞാൻ എപ്പോൾ ചെയ്തെടുത്തു കഴിഞ്ഞാലും ഈ ഒരു സംഭവം നടക്കലുണ്ട്, മറവി. അത് ഇന്നും സംഭവിച്ച് എല്ലാം റെഡിയായി എല്ലാം സെറ്റായി വരുമ്പോൾ ഈ ഒരു എന്നോട് ചീസ് സ്ലൈസ് വെക്കാൻ വേണ്ടി വിട്ടുപോയി. അപ്പോൾ ഞാനിതാ വീണ്ടും ഞാൻ ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് ഞാനിപ്പോൾ ചീസ് സ്ലൈസ് വെച്ച് കൊടുക്കലാന്ന്. ആദ്യം ഉണ്ടാക്കിയ ആ ഒരു 2 എണ്ണത്തിൽ ഞാൻ വെച്ചിട്ടില്ല, ബാക്കിയുള്ള എല്ലാത്തിലും ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ചീസ് നല്ല രീതിയിൽ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബർഗർ സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബർഗർ ബണ്ണ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ വലിയ സൈസുള്ള ബണ്ണ് എടുത്തിനെന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബർഗർ ബണ്ണ് എന്ന് പറയുമ്പോൾ മേലയിൽ കുറച്ച് ഇതെല്ലാം ഉണ്ടാവും, എന്താ പറയുക, എള്ള്, വൈറ്റ് എള്ള്. അപ്പോൾ അതെല്ലാം ഉണ്ടാവും. ഇപ്പോൾ അതെനിക്ക് കിട്ടിയിട്ടില്ല. ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ ഒരു എള്ളില്ല എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഓക്കെയാണ്. അപ്പോൾ ഇതാ ഞാൻ ഈ ബണ്ണ് നല്ല രീതിയിലൊന്ന് നടുവേന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സോസും പിന്നെ അതേപോലെ തന്നെ മയോണൈസും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ സെൻട്രലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുന്നേ തന്നെ ഞാൻ മയോണൈസ് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, ഞാൻ ഇതിൻ്റെ റെസിപ്പിയും കൂടി ചെയ്യാം. നല്ല ക്രീമി ആയിട്ടുള്ളൊരു മയോണൈസ് ആയത് ബോയിൽഡ് എഗ്ഗ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു മയോണൈസ് ഉണ്ടാക്കിയ. അപ്പോൾ റെസിപ്പി വേണമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ. ഞാനിപ്പോൾ പകുതി ബർഗറിൽ സോസ് വെച്ചിട്ടും പകുതി സോസ് ഇല്ലാണ്ട് വെറും മയോണൈസ് മാത്രം വെച്ചിട്ടും ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി അതിലേക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം.
ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മിക്സിംഗ് എല്ലാം അവിടെ കഴിഞ്ഞ് ഇനി നമുക്ക് ഫില്ല് ചെയ്ത് തുടങ്ങാം. നമ്മൾ ബർഗർ ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഉണ്ടാക്കി വെച്ച ആ ഒരു മയോണൈസിൽ നിന്ന് കുറച്ച് ഇതിൻ്റെ സെൻട്രലായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഞാനൊരു ഹാഫ് ക്യാബേജ് ഇതേപോലെ സ്ലൈസ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ശരിക്കും ഇതിന് ലെറ്റ്യൂസാണ് വേണ്ടത്, പക്ഷെ ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ ലെറ്റ്യൂസ് ഒന്നും കിട്ടാനില്ല. അപ്പോൾ ഞാൻ ക്യാബേജ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന. ഈ ക്യാബേജ് വെച്ചെന്ന് വിചാരിച്ച് ടേസ്റ്റിന് വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ സെക്കൻഡ് ലെയറായിട്ട് നമുക്ക് ഈ ക്യാബേജ് വെച്ച് കൊടുക്കാം. ഇനി ഞാൻ റൗണ്ടായിട്ട് കട്ട് ചെയ്ത സവാള എടുത്തിട്ടുണ്ട്, അത് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കാം. അതേപോലെ തന്നെ തക്കാളി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടി വെച്ച് കൊടുക്കാം. ഇനി നെക്സ്റ്റ് വേണ്ടത് ക്യാപ്സിക്കം, അതും കൂടി വെച്ച് കൊടുക്കാം. ഇനി മെയിൻ ആയിട്ടുള്ള നമ്മൾ താരം ഈ ഒരു പാറ്റി, അതും കൂടി ഇതിൻ്റെ സെൻട്രലായിട്ട് വെച്ചെടുക്കാം. ഇനിയിപ്പോൾ മയോണൈസും കൂടി തേച്ച് ഇതൊന്ന് ക്ലോസ് ചെയ്ത് വെച്ച് കൊടുക്കണം. ഞാൻ പറഞ്ഞിട്ടില്ല, എൻ്റെ അടുത്ത് ചീസ് വെക്കാൻ വിട്ടുപോയിനു, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ ചീസ് വെച്ചത് കാണാത്ത. ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചീസ് വെക്കാത്തത് എൻ്റെ ശ്രദ്ധയിൽ പെടുന്നേ. അപ്പോൾ നിങ്ങൾ ചെയ്ത് എടുക്കുന്ന സമയത്ത് ആ ചീസ് കൂടി വെച്ച് കൊടുക്കണേ, മറന്നു പോകണ്ട. എൻ്റെ മോനെ അതിൻ്റെ ഒരു കളറും ആദ്യം ഒരു ടെക്സ്ചറും എല്ലാം നോക്കിയാൽ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്തായാലും ഇഷ്ടപ്പെടും. വലിയ മെനക്കെടൊന്നും ഇല്ലാത്തൊരു പണിയാണിത്. പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയും കൂടിയായി. ഇതിൻ്റെ നോക്കിയ ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ട് ഇതിനുണ്ടായേ. സത്യം പറഞ്ഞാൽ ഞാൻ 2 ബർഗറെങ്ങാനും കഴിച്ചിന്, അത്രയും ടേസ്റ്റ് ഉണ്ടേനു. എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഇൻഷാല്ലാ വേറൊരു വീഡിയോയിൽ കാണുന്നവരെയും ബായ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബായ്, ഇൻഷാല്ലാ.